ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈനസ്മൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള അടയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ആദ്യം തന്നെ ഈ ഒരു ശർക്കരയുടെ മിക്സ് ആണ് കേട്ടോ റെഡിയാക്കി വെച്ചത്. ഇതിൽ തേങ്ങ ചിരകിയത്, ശർക്കര, ഏലക്കാപ്പൊടിയും പിന്നെ നമ്മുടെ നല്ല ജീരകത്തിന്റെ പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ പൊടി ഇത് അരിപ്പൊടിയാണ്, എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും നല്ല ജീരകവും ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നിതിൻ ഇവിടെ നമുക്ക് അട ഉണ്ടാക്കാനുള്ള ഇല സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലോണം അത് കഴുകി കൊണ്ടുവരണം. അപ്പോൾ ചേട്ടാ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാനായിട്ട് പോയി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ഒരു പാത്രമാണ് ഇഡലിക്കുട്ടകത്തിൻ്റെ ആ ഒരു തട്ട്. നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഇത് അതിലിട്ട് വേണമല്ലോ നമുക്ക് വേവിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇഡലിക്കുട്ടക എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിന് മുകളിലേക്ക് ആ ഒരു തട്ട് വെക്കാം. പിന്നെ അതെ ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടായി നമ്മുടെ ആ ഒരു ഇല എല്ലാം പാകത്തിന് ഒരു 8-9 ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് 4 പേർക്കുള്ളത് അത് മതി. അപ്പം നമ്മൾ അത്രയും ഇലകൾ നല്ല നീറ്റായിട്ട് കഴുകി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആ ഒരു തട്ട് ഇറക്കി വെക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ആ തട്ടിൽ എണ്ണ ഒന്ന് തടയി കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ എണ്ണ തടകിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടയായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇല എടുത്ത് വെച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ഇലയാണ്. ഇല വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ ഇലയിലേക്ക് നമ്മുടെ ആ ഓരോരോ ഉണ്ട, ആ ഒരു അരിപ്പൊടിയുടെ കുഴച്ച് വെച്ച ഉണ്ട എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഉണ്ട നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് വെള്ളം തൊട്ടോ അല്ലാതെയോ നമുക്ക് പരത്തി എടുത്ത് വെക്കാം. ഇതിൽ ലൂസായിട്ട് പൊടി കുഴയ്ക്കുന്നവരും ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊടി കുഴച്ചിട്ട് ഈ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അത് എനിക്ക് തേങ്ങയും ശർക്കരയൊക്കെ ഇടുന്ന കേട്ടോ ഒരുപാട് ഇഷ്ടം. വേണമെങ്കിൽ നമുക്ക് തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ട് ഏലക്കാപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എനിക്ക് ശർക്കരയാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിങ്ങനെ നല്ലതുപോലെ പരത്തിയിട്ട് പിന്നെ ഇതുപോലെ നല്ലോണം മടക്കി നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുള്ളത് കൊണ്ടും അതിലേക്ക് നമ്മൾ നല്ല ജീരകം അതേപടി ഇട്ടിട്ടുള്ളത് കൊണ്ടും നമ്മൾ ആ ഒരു പൊടി ആ ഒരു മാവ് നമ്മൾ വെന്തിട്ട് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആ ഒരു മാവിനും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ജീരകം അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടായും ഒക്കെ കൂടിയിട്ട് നല്ലതുപോലെ ആ ഒരു മിക്സ് എല്ലാം ഇലയിലേക്ക് വെച്ച് ഈ രീതിയിൽ മടക്കി നമ്മുടെ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കണം. ഗ്യാസ് ഓണാക്കി നമുക്ക് തീ ഒന്ന് നല്ലതുപോലെ കൂട്ടി ആദ്യം വെക്കാം. അതിന് ശേഷം നമുക്കൊരു മീഡിയം ആ ഒരു ഫ്ലെയിമായിട്ട് ഇട്ടിട്ട് ഒന്നെങ്കിൽ മീഡിയത്തിൽ ഇടാം, അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ വെള്ളം ഉള്ളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ, അല്ലെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വരെ അതിനുള്ളിൽ നമ്മുടെ അട വെന്ത് കിട്ടും. അപ്പം നമുക്ക് നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടുപ്പത്ത് അട വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് അടുത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ തുറന്ന് നോക്കി കറക്റ്റ് പാകത്തിന് നമ്മുടെ അട വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഇല മടക്കി എടുക്കുന്നവരുണ്ട്. നമ്മളിത് സാധാരണ നോർമലി ഇങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പം നമ്മുടെ അട സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഏലക്കായും ഇഞ്ചി ഇട്ട് തിളപ്പിച്ച കട്ടൻ കാപ്പിയാണിത്. അപ്പം ഇതൊരു നല്ല കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നല്ല സൂപ്പർ കട്ടൻ കാപ്പിയുടെ കൂട്ടത്തിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ശർക്കര അടയാണ് നമ്മൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഓരോന്നായിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കൈ പൊള്ളാതെ ഒരുവിധം ഒന്ന് സെറ്റാക്കി എടുത്ത് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കര അട റെഡിയായി കിട്ടി. ഇത് നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ ആ ഒരു നല്ല ജീരകത്തിൻ്റെയും അതുപോലെ ഏലക്കാടെയൊക്കെ ഫ്ലേവർ ഇതിലുള്ളത് കൊണ്ട് തന്നെ കഴിക്കാനും ആ ഒരു സ്വാദ് എന്തായാലും ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുത്ത് ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടയാണിത്. അപ്പോൾ ഞങ്ങൾ 4 മണിയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാപ്പി കുടിക്കാനിരുന്നു. അപ്പോൾ നമ്മുടെ ശിവക്കുട്ടിന് വെച്ച് കൊടുത്തപ്പോൾ ശിവക്കുട്ടിനും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ശിവക്കുട്ടിന് ഇഷ്ടപ്പെട്ട ഇങ്ങനെ തലയെ കാട്ടുവേ കണ്ട. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയും ലൈക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോ കാണുന്നത് വരെ ഗുഡ് നൈറ്റ്, ടാറ്റാ.